Hi, good evening. Good evening, students. Today we are going to learn about British literature, sample paper 2. Straight away heading towards the question paper. First question. Explain humanism as a main aspect of Renaissance. Chapter 1, page number 10, question number 2. Page number 10. Question number 2. Explain humanism as a main aspect of Renaissance. The term humanism refers primarily to the new concept of man in the Renaissance. Humanism എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ന്യൂ കോൺസെപ്റ്റ് ആണ് ഹ്യൂമൻ റിനൈസൻസിൽ. റിനൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവോക്കനിങ് അല്ലെങ്കിൽ പഴയ കാലത്തിൽ നിന്നുള്ള ഒരു റിവോക്കനിങ് ആണ് റിനൈസൻസ്. അപ്പോൾ ഹ്യൂമനിസം പ്രൈമർലി ആ പുതിയ കോൺസെപ്റ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഹ്യൂമനിസം അക്കോർഡിംഗ് ടു J.A. Cudden, അതൊരു ക്രിട്ടിക്കാണ്. അക്കോർഡിംഗ് ടു J.A. Cudden, help man to civilize and make him realize his potential powers and gifts and to reduce the difference between potentiality and attainment. ഹ്യൂമനിസം എങ്ങനെ ഹെൽപ്പ് ചെയ്തു സിവിലൈസേഷൻ എന്ന് വെച്ചാൽ അവന്റെ കഴിവുകളും അവന്റെ ഗിഫ്റ്റ്സും ഡിഫറൻസ്, അപ്പോൾ പൊട്ടൻഷ്യാലിറ്റി, അറ്റൈൻമെന്റ്, ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ഡിഫറൻസ് മാറ്റി എന്നാണ് പറയുന്നത്. ഇപ്പൊ പണ്ട് കാലത്ത് ഒരു സ്കെപ്റ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയത്തിന്റെ നിഴലിലാണ് എല്ലാം കണ്ടുകൊണ്ടിരുന്നത്. അത് മാറി ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എല്ലായിടത്തും വന്നു എന്നാണ് പറയുന്നത്. Humanism became a type of philosophy which focused on the perfection of a worldly life. അപ്പോൾ പെർഫെക്ഷൻ ഓഫ് എ വേൾഡ്ലി ലൈഫ്, ഈ ധാർമ്മികമായിട്ടുള്ള ഈ ലോകത്തിലുള്ള ഒരു ഹ്യൂമൻ ലൈഫാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും. Humanists believed that the knowledge of the ancient and a deep classical education was inevitable to a civilized. ക്ലാസിക്കൽ നോളജ്, അതുകൂടാതെ ഏൻഷ്യന്റ് നോളജ് ഓഫ് ഏൻഷ്യന്റും ഡീപ്പ് ക്ലാസിക്കൽ നോളജും അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായിട്ടാണ് സിവിലൈസ്ഡ് മാൻ, ഹ്യൂമനിസ്റ്റ് ആയിട്ടുള്ള മാൻ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള നോളജില് സിഗ്നിഫിക്കൻസ് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരുടെ ഉയർച്ചയെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ ഗോഡ്സ് ക്രിയേഷൻ ആണ് നമ്മളെല്ലാവരും. അപ്പൊ നമുക്ക് പഠനത്തിലൂടെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമെന്നാണ് ഹ്യൂമനിസ്റ്റ് ചിന്താഗതിയുള്ളവർ വിചാരിച്ചിരുന്നത്. ഫോർ എക്സാമ്പിൾ, the influence of early humanists such as Sir Thomas More. Sir Thomas More early humanist ആയിരുന്നു. അങ്ങേര് 16-ാം നൂറ്റാണ്ടിൽ എഡ്യൂക്കേഷൻ ഏറ്റവും പോസിബിൾ ആക്കി. സൺസ് ഓഫ് സിറ്റിസൺ, ഫാമേഴ്സ്, മെമ്പേഴ്സ് ഓഫ് ജനറൽ നോബിലിറ്റി, അപ്പൊ എല്ലാവർക്കും എഡ്യൂക്കേഷൻ പണ്ട് എല്ലാവർക്കും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അത് അങ്ങനെ ആക്കി. ദ റിനൈസൻസ് ഹ്യൂമനിസ്റ്റ് ഡെവലപ്ഡ് ആൻ ഇമേജ് ഓഫ് മാൻ മോർ പോസിറ്റീവ്. അപ്പോൾ റിനൈസൻസ് ഇമേജിൽ മാൻ ഇസ് മോർ പോസിറ്റീവ്. മാൻ പോസിറ്റീവ് ആണ്. അറ്റ് ദ സെയിം ടൈം എസ്തെറ്റിക് ആയിട്ടുള്ള അവന്റെ കഴിവുകളും ഉണ്ട്, ഹെൽപ്ഫുൾ. ക്രിസ്ത്യാനിറ്റിയിൽ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല, പിന്നെയാണ് അത് വന്നത്. ക്രിസ്ത്യാനിറ്റിയിൽ ഹ്യൂമൻ ബീങ് മിസറബിൾ സിന്നർ ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. എന്നിട്ട് നമ്മൾ പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് കറപ്ഷനും എപ്പോഴും ഒരു കുറ്റപ്പെടുത്തലും കുറ്റപ്പാടുകളും ക്ഷമയും സാമൂഹിക അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന്നൊക്കെ വ്യത്യാസമായിട്ടാണ് ഹ്യൂമൻ ആസ്പെക്ട്സ് വന്ന് പഠിത്തത്തിനും ഇതിനൊക്കെ ഇമ്പോർട്ടൻസ്, ഐഡിയൽ തിങ്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു ഇക്വിലിബ്രിയം കൊണ്ടുവരാൻ നോക്കി. അതാണ് എക്സ്പ്ലെയിൻ ഹ്യൂമനിസം ആസ് എ മെയിൻ ആസ്പെക്ട് ഓഫ് റിനൈസൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ.
Wait for 1 second. Next question is, what is the significance of the Potter scene in Macbeth? Okay അല്ലേ Chapter മിസ്സേ? 2. ഒരു നിമിഷം, സോറി മിസ്സേ, ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ആരും കേറിയിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. കേൾക്കാമല്ല അല്ലേ? What is the significance of the Potter scene in Macbeth? Chapter 2, page number 18, question 4. Page number 18 എടുക്കട്ടെ കേട്ടോ. Question 4. What is the significance of the Potter scene? ആ Potter sceneന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. അപ്പൊ Potter sceneല് Act 1 and Act 3 is a comic relief in the grim tragic atmosphere. ശരിക്കും ട്രാജഡി ആണല്ലോ മാക്ബത്തിനെ കുറിച്ച്. ആ ഒരു അറ്റ്മോസ്ഫിയറില് Potter scene ഒരു റിലീഫ് കൊണ്ടുവരികയാണ്. ഒരു സോർഡഡ്, ടെൻസ്, സീരിയസ് അറ്റ്മോസ്ഫിയറിൽ നിന്ന്, മേർഡർ സൈറ്റിൽ നിന്ന് ഒരു ഹ്യൂമറസ് സ്പീച്ചും ഇൻസിഡൻസും പോട്ടർ സീനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇപ്പൊ പോട്ടർ ഗാർഡ് ചെയ്യാണ്, അവിടുത്തെ പോർട്ട് ഗാർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോട്ടറാണ്. ആ പോട്ടർ വിസിറ്റേഴ്സിനെ ഗാർഡ് ചെയ്യുന്ന വിസിറ്റേഴ്സിനെ എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുമ്പോൾ ഹീസ് ഇൻ എ ഡ്രങ്കൺ സ്റ്റേജ്, കുടിച്ച് ഉന്മാദമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ ഹെല്ലിന്റെ ഗേറ്റിലാണ് നിൽക്കുന്നതെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മാക്ബത്തിന്റെ കാസിൽ ഹെല്ലായിട്ടാണ് പോട്ടറിന് തോന്നുന്നത്. ആക്ച്വലി അതങ്ങനെയാണ് പ്രതിനിധാനം ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ പോട്ടർ ആദ്യം ഫാന്റസിയാണ് അയാള് ആലോചിച്ചെടുക്കുകയാണ്. 3 ആൾക്കാരെയാണ് അയാൾ കയറ്റാൻ പോകുന്നത്. ഒരു ഫാമർ, പിന്നെ ഒരു ജസ്വിസ്റ്റ് ഇക്വിവൊക്കേറ്റർ എന്ന് പറഞ്ഞാൽ സത്യം, അയാൾ പറയുന്നത് സത്യമാകാം നുണയും ആകാം. അത് 2 രീതിയിൽ പറയുന്നതിനെയാണ് ഇക്വിവൊക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു ടൈലറിന്. അപ്പൊ ഫാമറിന് പോട്ടർ പറയും, ഹിയർസ് എ ഫാമർ ദാറ്റ് ഹാങ് ഹിംസെൽഫ് ഓൺ ദ എക്സെപ്ഷൻ ഓഫ് പ്ലെന്റി. അപ്പൊ പ്ലെന്റി ഇല്ലാത്തതുകൊണ്ട് ഹി സൂയിസൈഡഡ്. He have to have napkins enough because he is going to sweat, because he'll be thrown into the dungeon അല്ലെങ്കിൽ നരകത്തിലേക്ക് എറിയപ്പെടും. ഫാമർ കോൺ കുറെ ഉണ്ടാക്കി, പക്ഷെ അയാൾക്ക് ഉദ്ദേശിച്ച മണി കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് അയാൾ കമ്മിറ്റ് ചെയ്തു സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യുന്നത് ഒരു പാപമായിട്ട് കൺസിഡർ ചെയ്തത് കൊണ്ട് അയാൾക്ക് ബൗണ്ടിയസ് ഹാർവസ്റ്റ് കിട്ടിയില്ല. അപ്പൊ അയാളോട് പോട്ടർ പറയുന്നത് ഹാങ്കർചീഫ്സ് കൊണ്ടുവന്ന് വിയർപ്പൊക്കെ തുടക്കാൻ. ബിക്കോസ് അയാൾ ഹെല്ലിലേക്കാണ് പോകാൻ പോകുന്നത്. ഹെല്ല് ഹോട്ടാണ്. സെക്കൻഡ് ആപ്ലിക്കന്റ് എൻട്രൻസ് ഹെല്ല് ഇസ് എ ബിലീവർ, ജസ്വിസ്റ്റ് ബിലീവർ ആണ്. അയാള് യെസും നോവും പറയും ഒരേ ക്വസ്റ്റ്യന് തന്നെ, പക്ഷെ അത് സത്യമായിട്ട് ഭവിക്കുകയും ചെയ്യും. പക്ഷെ the equivocation has not opened the gate of heaven because God has to knock. He has to knock at the pleased God. പക്ഷെ ജസ്വിസ്റ്റ് ആളെയും കയറ്റിയിട്ടില്ല. അയാൾക്ക് 6ാമത്തെ ഗേറ്റ് ആണ് പോയി നോക്ക് ചെയ്യേണ്ടത്. പിന്നെ പോട്ടർ ഇമാജിൻ ചെയ്യുന്നത് 3ാമത്തത് ഒരു ടൈലറാണ്. അയാള് വന്നിരിക്കുന്നത് അയാളുടെ അയൺ ബോക്സ് ചൂടാക്കാൻ ഹെല്ലിൽ നിന്ന്.
അങ്ങനെ 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആക്ച്വലി കോൾറിഡ്ജിന്റെ അഭിപ്രായത്തിൽ ഇതൊരു നല്ലൊരു സീൻ, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് സീൻ അല്ല. ഷേക്സ്പിയറിന്റെ കൺസെന്റോടുകൂടിയാണോ ഇത് എഴുതിയേക്കുന്നതെന്ന് വരെ സംശയിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്, ഇത് താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് കുറച്ച് ജോക്കും പണ്ണും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഡിക്വൻസി ഫൈൻഡ്സ് ദ സീൻ ഓൾ ഷേക്സ്പിയറിയൻ. ഡിക്വൻസി എന്ന് പറയുന്ന ക്രിറ്റിസിസ്റ്റ് ഫൈൻഡ് ദ സീൻ ഓൾ ആസ് എ കോമിക് റിലീഫ് ആയിട്ട് തന്നെയാണ് ഈ സീനിനെ കാണുന്നത്. He believes that both Lady Macbeth formed to the image of devils. The next world is getting prepared for this message. അപ്പൊ അങ്ങനെയുള്ള സീനിലാണ് ആ പോർട്ടർ വരുന്നത്. ഹെൽഗേറ്റ് ഉണ്ട്. ഹെൽഗേറ്റ് മാക്ബത്തിന്റെ കാസ്റ്റിലിന് ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്തേക്കാണ്. ഇവിടെ ഒരു ടിപ്സി സ്റ്റർവി ലാംഗ്വേജും അതൊരു വൾഗർ ലാംഗ്വേജും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാക്ബത്ത് കാരണം മാക്ബത്ത് ഒരു വാലിയന്റ് പോർട്ടറാണ്, വാലിയന്റ് പേഴ്സൺ ആണ്. എന്നിട്ടും അയാള് മാക്ബത്ത് ഭയങ്കര വലിയ വർത്തമാനങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഈ സീനില് മാക്ബത്തിന്റെ പോയട്രി ഒക്കെ ഉണ്ടെങ്കിലും മർഡറാണ്. അപ്പൊ അതൊക്കെ കൂടെ ആഡ് ചെയ്തിട്ടാണ് പോർട്ടർ സീൻ വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ആരോ ഉണ്ടല്ലോ, ശ്വേത സത്യൻ ഇസ് പ്രസന്റ്. ശ്വേത മിസ്സേ ഉണ്ട് മിസ്സേ. മിണ്ടാതിരിക്കുകയാണ്. അത് മോൻ ഇവിടെ ഉണ്ട്, അവൻ ഒച്ച എടുക്കും, അതുകൊണ്ട് ഞാൻ വീഡിയോ ഓൺ ആക്കാത്ത. അവൻ ഉറക്കാൻ നേരമാണ്, അതുകൊണ്ട് സോറി ട്ടോ. Does Macbeth understand the real meaning of the comparison? Chapter 3 ആണ്, പേജ് നമ്പർ 26, ക്വസ്റ്റ്യൻ നമ്പർ 2. ഞാൻ 26 പേജ് എടുക്കട്ടെ. നീരജിന്റെ ഗൈഡാണ് കേട്ടോ. മിസ്സേ അത് ടെക്സ്റ്റ് ബുക്കിലത്തെ ചാപ്റ്ററും കൂടെ ഒന്ന് പറയാമോ? ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ ഗൈഡിലാണ് ചാപ്റ്റർ 3 എന്നാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലാണ് എന്തെങ്കിലും ടെക്സ്റ്റ് ആണ് ഉള്ളത്, അതുകൊണ്ടാണ്. ചാപ്റ്റർ 3 എന്നാ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. Does Macbeth understand the real meaning of the comparison? Page number 26. Does Macbeth understand the real comparison എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ആംഡ് ഹെഡ് റെപ്രസെന്റ്സ് മാക്ബത്ത് ഹെഡ്. ആംഡ് ഹെഡ് ആണ്, അത് പ്രതിനിധാനം ചെയ്യുന്നത് മാക്ബത്തിന്റെ ഹെഡിനെയാണ്. ഇറ്റ് വിൽ ബി കട്ട് ഓഫ് ബൈ മാക്ഡഫ് എന്നാണ് ആദ്യത്തേത് കമ്പാരിസൺ കൊടുത്തിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഫോർടെല്ലിംഗ് ഓഫ് ദ ബാറ്റിൽ ബിറ്റ്വീൻ മാക്ബത്തും മാക്ഡഫും. മാക്ബത്തും മാക്ഡഫും തമ്മിലുള്ള ഒരു ബാറ്റിൽ ഉണ്ടാവും. ആദ്യത്തേതിൽ ഇത് രണ്ടും. സെക്കൻഡ് അപ്പാരൻസില് ബ്ലഡി ചൈൽഡ് റെപ്രസെന്റ് മാക്ബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മയാല് ജനിച്ചവരാരും മാക്ബത്തിനെ കൊല്ലാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അമ്മയിൽ അല്ലാതെ ജനിച്ചെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഡെലിവറി അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. നാച്ചുറൽ ഡെലിവറിയിൽ ജനിച്ച ആർക്കും മാക്ബത്തിനെ കൊല്ലാൻ പറ്റില്ല എന്നാണ്. അപ്പോ ഇവിടെ ആക്ച്വലി മാക്ഡഫ് സിസേറിയൻ വഴിയാണ് ജനിച്ചത്. അപ്പോ വിച്ചസ് അത് മറച്ചു വെച്ചുകൊണ്ടാണ് മാക്ഡഫ് നോട്ട് ഓഫ് വുമൺ ബോൺ എന്ന് പറയുന്നത്. അത് ഹിപ്പോക്രസിയാണ് വിച്ചസ് കാണിക്കുന്നത്. അങ്ങനെ വിച്ചസ് ബിട്രേ ചെയ്യാണ് മാക്ബത്തിനെ. ഇത് സെക്കൻഡ് അപ്പാരിസൺ. തേർഡ് അപ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
The child crowned with a tree in his hand represents Malcolm. ഒരു ചൈൽഡ് ക്രൗൺ വിത്ത് ട്രീ ഇൻ ഹിസ് ഹാൻഡ്, അത് മാൽക്കത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മാൽക്കം ആണ് റിയൽ കിങ് ആകുന്നത്. അതും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് മാക്ബത്തിന്റെ മനസ്സിൽ. Macbeth seems to have missed the implication of three apparisons and the tone of equivocation as he says, "Then live Macduff, and what I need fear of thee." ഈ 3 പ്രഡിക്ഷനും കേട്ട് കഴിയുമ്പോൾ മാക്ബത്ത് കൺവിൻസ്ഡ് ആണ്, ആരും എന്നെ ഈ പൊസിഷനിൽ നിന്ന് മാറ്റാൻ പറ്റില്ല എന്നാണ്. പക്ഷെ ഇതെല്ലാം 3 തെറ്റായ പ്രഡിക്ഷൻസ് ആണ്. വിച്ചസ് വോൺ ചെയ്യുന്നുണ്ട് മാക്ബത്തിനെ അഗെയിൻസ്റ്റ് മാക്ഡഫ്. പക്ഷെ മാക്ഡഫിന്റെ ഹി വാസ് ബോൺ ഔട്ട് ഓഫ് വുമൺ എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. ലാസ്റ്റ് ആണ് മനസ്സിലാകുന്നത് ഹി വാസ് നോട്ട് ബോൺ, ഹി വാസ് റിപ്ഡ് ഫ്രം ദ വൂംബ് എന്ന്. പിന്നെ പറയുന്നത് ബർഹാം വുഡ്സ് മാച്ചസ് ടു ഡ്യൂനിസൻ. അങ്ങനെ ഒരിക്കലും വുഡ്സ് കട്ട് ചെയ്തിട്ട് വുഡ്സ് ഹൂ ക്യാൻ ഇംപ്രസ് ദ ഫോറസ്റ്റ്, ആർക്കെങ്കിലും ഫോറസ്റ്റിനെ ഇംപ്രസ് ചെയ്തിട്ട് അൺറൂട്ട് ചെയ്തിട്ട് ഫോറസ്റ്റ് നടന്ന് കൊട്ടാരത്തിലേക്ക് വരാൻ ഒരു ചാൻസും ഇല്ല എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ ആ പ്രഡിക്ഷൻ അതല്ല പറയുന്നത്. ആ ഫോറസ്റ്റിന്റെ ട്രീസ് എല്ലാം കട്ട് ചെയ്തിട്ടാണ് ബാൽഡഫും മാക്ഡഫും കൂടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാക്ബത്തിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വന്ന അവസാനം ബാറ്റിൽ real meaning of the apparition. Understood? 1 second. Okay, next is, how do you interpret the role of the witches in Macbeth? Chapter 4, page number 37, question number 3. How do you interpret the role of the witches in Macbeth? Witches in Macbeth play an important role. They lit the fire in Macbeth to make his dream a success to be the king by killing King Duncan. കിങ് ഡങ്കനെ കൊല്ലാൻ തന്നെയുള്ള മെയിൻ റീസൺ, ഒരു ബാറ്റിൽ ഫൈറ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ കാട്ടിൽ വെച്ചിട്ട് ഈ 3 വിച്ചസിനെ കാണുകയാണല്ലോ. These prophecies play a crucial role in making Macbeth to face the tragic end. Eagleton considers the witches in Macbeth as the real heroes of the play. അപ്പോൾ വിച്ചസ് ആണ് ശരിക്കും ഹീറോസ് ഓഫ് ദ പ്ലേ. ഈഗിൾട്ടൺ എന്ന് പറഞ്ഞ ക്രിറ്റിക് പറയുന്നത്, ഹി റിലേറ്റ്സ് ദം വിത്ത് എ പോസിറ്റീവ് വാല്യൂ ആൻഡ് കോൾസ് ദം എക്സൈൽസ് ഫ്രം ദ വയലന്റ് ഓർഡർ. അവര് വിളിക്കുന്നത് എക്സൈൽസ് ഫ്രം ദ വയലന്റ് ഓർഡർ എന്നാണ്. അവര് they are not men or they are not women. ആണ് അവരുടെ സ്പീച്ച് ഫോഴ്സ് നോമിനേറ്റീവ് ത്രെറ്റ് ആണ് സൊസൈറ്റിക്ക്. ദേ ഹാവ് ടു ബി റിപ്രസ്ഡ്. അവരെ അടക്കി നമ്മൾ വാഴേണ്ടി വരും. അവര് മൊണാക്ക് എന്ന് പറയുമ്പോൾ രാജാവിന്റെ പവറും അതുപോലെ തന്നെ അതിന്റെ കൺട്രോളും ഏറ്റെടുക്കുകയാണ് ഇങ്ങനെയുള്ള ഫോൾസ് നോഷൻസ് കൊടുത്തുകൊണ്ട്. അപ്പോ ഒരു അസെക്ഷുവൽ സൊസൈറ്റിയാണ് കൊണ്ടുവരുന്നത്, നല്ല സൊസൈറ്റി അല്ല അവർ കൊണ്ടുവരുന്നത്. Eagleton traces the transgression by Macbeth within history
and the subversive nature of the witches within cyclical time. ഈഗിൾട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കാണ്. ആ ഒരു ട്രാൻസ്ഗ്രഷൻ മാക്ബത്തിന്റെ ഹിസ്റ്ററിയുടെ ഒരു മാറ്റം, ഈ വിച്ചസിനെ കണ്ട ശേഷമുള്ള ഒരു മാറ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. The use of the moon, dance, verbal repetition is seen as inimical to linear history. നമ്മുടെ ഹിസ്റ്ററിനെ വെച്ച് നോക്കുവാണെങ്കിൽ റോൾ ഓഫ് വിച്ചസ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ആക്ച്വലി വിച്ചസ് ആണ് മെയിൻ ആയിട്ടും ഇതിലെ റോള് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അത്രയും എഴുതിയാൽ മതി നിങ്ങൾ. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഈഗിൾട്ടണിന്റെ 2-3 കോട്ട്സും എഴുതേണ്ടി വരും. ഓക്കെ. What are the characteristics of the 18th century? അടുത്തത് കേട്ടോ. What are the characteristics of the 18th century English novel? See chapter 5, page number 47, question number 4. ഇത് വലിയൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. മിസ് ചാപ്റ്റർ നമ്പർ ഒന്നുകൂടി പറയൂ. Chapter 5. What are the characteristics of the 18th century English novel? Chapter 5. 18ാം നൂറ്റാണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ഇംഗ്ലീഷ് നോവലിലെന്ന്. 18ാം നൂറ്റാണ്ട് അറിയപ്പെടുന്നത് അഗസ്റ്റിൻ ഏജ് എന്നാണ്. ഏജ് ഓഫ് പ്രോസും റീസണും. നിയോ ക്ലാസിക്കൽ ഏജ് ആൻഡ് ഏജ് ഓഫ് പീരിയോഡിക്കൽ എസ്സേ ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ നോവൽ. ഈ എല്ലാ കാര്യങ്ങളുമാണ് അഗസ്റ്റിൻ ഏജ് അറിയപ്പെടുന്നത്. അപ്പൊ നോവലിസ്റ്റ് ഇൻട്രസ്റ്റ് എടുത്തത് ക്ലാസിക്കൽ റൈറ്റിംഗ്സിനാണ് ഏൻഷ്യൻ ടൈമിലുള്ള. അതുകൊണ്ട് അതിനെ അഗസ്റ്റിൻ ഏജ് എന്ന് പറയുന്നത്. ഓർഡർ, ഹാർമണി, റെസ്ട്രെയിൻ, ബാലൻസ്, റാഷണാലിറ്റി, തിങ്ക് ചെയ്യാനുള്ള പവർ, ഇതെല്ലാം ഈ ഒരു കാലഘട്ടത്തിലാണ് വരുന്നത്. ഈ നോവൽസ് ആ ക്യാരക്ടറൈസ്ഡ്. നോവലിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് റിയലിസം, റീസൺ, കറക്റ്റ്നെസ്, ഇന്റലക്ച്വൽ, സറ്റാരിക്കൽ എന്ന് പറഞ്ഞാൽ കളിയാക്കിക്കൊണ്ടിട്ടുള്ള, സ്പിരിച്വൽ സിമിലാരിറ്റി, ഇതെല്ലാം അഗസ്റ്റിൻ പീരീഡിൽ ഈ നോവലിൽ കാണപ്പെടുന്നുണ്ട്. Many of the 18th century writers looked back to the ancient Roman geniuses and thus this period is called റോമൻ ജീനിയസസിന്റെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് 18ാം നൂറ്റാണ്ടിലെ അഗസ്റ്റിൻ ഏജ് ആണ് റോമൻ നോവലിന്റെ കാലഘട്ടമായിട്ട് നമുക്ക് കണക്കാക്കുന്നത്. സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്, റീസണിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ഈ കാലഘട്ടത്തില്. പിന്നെ നിയോ ക്ലാസിസം ഒക്കെ പോയിട്ട് കറക്റ്റ് ലാംഗ്വേജ് തിരിച്ചു കൊണ്ടുവരികയാണ്. റൈറ്റേഴ്സ് സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന ആ ഒരു ഭാഗം, അതായത് ക്രൂഷ്യൽ ഇമ്പോർട്ടൻസ് ടു പ്ലോട്ടിന് കൊടുക്കാതെ ഇമ്പോർട്ടൻസ് ടു റിയലിസത്തിന് കൊടുക്കാൻ തുടങ്ങി. സയന്റിഫിക് കോൺസെപ്റ്റ്സ് കൂടുതലും വരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് നോവലിന് ക്ലാരിറ്റിയും കൂടി വരികയാണ്. ആംബിഗ്വിറ്റി അല്ല, ക്ലാരിറ്റിയാണ് കൂടുതൽ വരുന്നത്. അപ്പം കാലഘട്ടം സയന്റിഫിക് ആയിട്ടുള്ള കുറെ മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ട് ഈ മിഡിൽ ക്ലാസ് പീപ്പിളിന് കുറെ ടൈം ഉണ്ടായി. അപ്പൊ ദേ ഹാഡ് ടൈം ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് എൻജോയ്. അപ്പൊ അവർക്ക് വളരെ ലൈറ്റ് ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും എഡ്യൂക്കേറ്റീവ് ആയിട്ടും എന്റർടൈൻമെന്റ് ആയിട്ടും കുറെ കാര്യങ്ങൾ വായിക്കാൻ ഇൻട്രസ്റ്റ് വന്നു. അപ്പൊ അങ്ങനെയാണ് നോവലിന്റെ തുടർച്ച ഒരു സുവർണ കാലഘട്ടം എന്ന് പറയാം. പിന്നെ ഡാനിയൽ ഡിഫോയാണ് ഇംഗ്ലീഷ് നോവലിന്റെ ഉപജ്ഞാതാവ് 18ാം നൂറ്റാണ്ടില്. അപ്പൊ അങ്ങേര് എഴുതിയേക്കുന്ന 3 നോവൽസ് ആണ് റോബിൻസൺ ക്രൂസോ, മോൾ ഫ്ലാൻഡേഴ്സ്, റോക്സാന. അത് എപ്പോഴാണ് പബ്ലിഷ് ചെയ്തത്, എപ്പോഴാണ് അത് ഇറങ്ങിയത്, അതിനെ കുറിച്ചൊക്കെയാണ്. പിന്നെ അടുത്തത് 19ാം സെഞ്ചുറിയിലെ നോവലിസ്റ്റ് ആണ് ചാർലോട്ട് ബ്രോണ്ട്. അവര് ഫോളോ ചെയ്തത് ജെയിൻ അയർ. ഇതെല്ലാം നിങ്ങൾ എഴുതണം കേട്ടോ പരീക്ഷയ്ക്ക്. പിന്നെ അടുത്തത് സാമുവൽ റിച്ചർഡ്സൺ ആണ്. അധികം
കൂടുതൽ എപ്പിസ്റ്റോലറി നോവൽസുകളാണ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ എപ്പിസ്റ്റോലറി നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റർ എക്സ്ചേഞ്ചിലൂടെ നോവൽസ് എഴുതുക എന്നാണ്. സീരീസ് ഓഫ് ഡോക്യുമെന്റ്സിലൂടെ അല്ല ഡയറിയിലൂടെ ന്യൂസ് പേപ്പർ ക്ലിപ്പിങ്ങിലൂടെ നോവൽസ് എഴുതുക. പിന്നെ റിച്ചാർഡ്സന്റെ പമീല ഇസ് റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ലെറ്റേഴ്സ്. അങ്ങനെ കുറെ അധികം നോവലിസ്റ്റുകളെ കുറിച്ചിട്ടുള്ളതാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഹെൻറി ഫീൽഡിംഗ്, ജോസഫ് ആൻഡ്രൂസ്, ടോം ജോൺസ്, ജോനാഥൻ വൈൽഡ്, ജോനാഥൻ സ്വിഫ്റ്റ്, ഗളിവേഴ്സ് ട്രാവൽ, പിന്നെ ലോറൻസ് ടേൺസിന്റെ പ്രിൻസ്റ്റൺ ഷാൻഡി, ജെന്റിൽമാൻ. ഇതെല്ലാം നോവലുകളും ആ കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പൊ ആ നോവലുകളെ കുറിച്ച് ഒന്ന് എഴുതുക, അവരുടെ സ്വഭാവ ഗുണങ്ങൾ എഴുതുക, അത്രയേ ഉള്ളൂ. അത് ഫിഫ്ത്ത് വൺ. പിന്നെ അടുത്തത് നെക്സ്റ്റ് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം മിസ്സേ, കേൾക്കാം. ഓക്കെ. ഹൗ ഡസ് ഹാർഡി റിലേറ്റ് നേച്ചർ ടു ദ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്? ഹാർഡി എങ്ങനെയാണ് നേച്ചർ ഡിഫറെന്റ് ക്യാരക്ടേഴ്സിനായിട്ട്, തോമസ് ഹാർഡി ആണ് കേട്ടോ. അപ്പോ ഇവിടെ ചാപ്റ്റർ 7 പേജ് നമ്പർ 65 ക്വസ്റ്റ്യൻ നമ്പർ 2. ചാപ്റ്റർ 7 പേജ് നമ്പർ 65 ക്വസ്റ്റ്യൻ നമ്പർ 2. How does Hardy relate nature to the different characters? ഇതിൽ പറയാനുള്ളത്, ഇത് നോവലുകളൊക്കെ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടൊന്നുമില്ല മിസ്, ഇടയ്ക്ക് നോക്കാറുണ്ട്, അത്രേ ഉള്ളൂ. നോവൽസ് മൊത്തം വായിക്കാനായിട്ട് വായിക്കുകയും നേരം കിട്ടിയില്ല. മാക്ബത്തിന്റെ കുറിച്ചുള്ള ഇതൊക്കെ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ യൂട്യൂബ് ചാനലെങ്കിലും കാണുക. ഓക്കെ. യൂട്യൂബ് ചാനൽ, കാരണം യൂട്യൂബില് എല്ലാത്തിനെ കുറിച്ചിട്ടുള്ള ഇതും കൊടുത്തിട്ടുണ്ടാവും. അപ്പോ ഇത് ഇപ്പം ബ്രിട്ടീഷ് ലിറ്ററേച്ചർ BEGC 133 മലയാളം എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കുറെ ആൾക്കാർ ഇട്ടിട്ടുണ്ടാവും. അതെ, ശരി. നോക്കിയിട്ടില്ല, നോക്കാം. അങ്ങനെ നോക്കാം. How does Hardy relate nature to the different characters? ഇവിടെ കുറെ അധികം ആൾക്കാരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൊടുത്തേക്കുന്നത്. അത് ആ നോവല് വായിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഗബ്രിയൽ ഓക്ക് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ കുറിച്ച് കൊടുത്തേക്കാണ്. ഈ ആനിമേറ്റഡ് പേഴ്സൺ, പ്യുവർ ആണ്, അബണ്ടന്റ് ജനറോസിറ്റി ഉണ്ട്, എനർജി ഉണ്ട്, അയാളെ കുറിച്ച് അങ്ങനെ. പിന്നെ ബത്ഷബനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭൂമിയിൽ കിളർത്തവൾ എന്ന് പറയാം, റൂറൽ സോയിലിൽ വളർന്നവൾ, സെൽഫ് കോൺഫിഡന്റ്, ഭയങ്കര ബുദ്ധിയുള്ളവളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും, ഇമ്പൾസീവ് ആക്ട് ആണ് അവളുടെ, അതാണ്. പിന്നെ ഗബ്രിയൽ ഓക്ക് എപ്പോഴും കാമും, അയാൾക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല. പക്ഷെ ബത്ഷബനെ പ്രപ്പോസ് ചെയ്ത് കഴിയുമ്പോൾ ബത്ഷബ റിജക്റ്റ് ചെയ്യാണ് ഗബ്രിയൽ ഓക്കിന്. ഹി വർക്ക്സ് ഫോർ സെൽഫ്ലെസ് ആയിട്ട് വർക്ക് ചെയ്യാണ് വിത്ത്
റേഞ്ച് പോയിട്ടാണ് കേട്ടോ. റേഞ്ച് പോയിട്ടാണേ. ഓക്കെ മിസ്. ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോ ഇവിടെ പറയുന്നത് കേട്ടാൽ മതിയല്ലോ, വീഡിയോ വേണമെന്നില്ലല്ലോ. ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ബോൾഡ്വുഡിന്റെ ക്യാരക്ടറാണ്. പിന്നെ ബോൾഡ്വുഡ് ട്രോയിനെ കില്ല് ചെയ്യും ബിക്കോസ് ഓഫ് ജെലസി ടു മാരി ബത്ഷബ. പിന്നെയുള്ള ക്യാരക്ടർ വന്നിരിക്കുന്നത് ട്രോയിനെ ഷൂട്ട് ചെയ്ത് കില്ല് ചെയ്യാണ് ചെയ്യുന്ന അയാള്. ബിക്കോസ് ബത്ഷബ മിസ്റ്റേക്കൻലി റിക്വസ്റ്റ് ടു മാരി ബോൾഡ്വുഡ്. ബോൾഡ്വുഡിനെ മാരി ചെയ്യാനായിട്ട് ഒരു ലവ് ലെറ്റർ ഫണ്ണിഫുള്ളി എഴുതും. പക്ഷെ അത് ലാസ്റ്റ് മാരി ചെയ്യുന്ന ട്രോയിനെയാണ്. അങ്ങനെ മാരി ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്രോയിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ബോൾഡ്വുഡ് ഒരു തോക്കെടുത്ത് അയാളെ വെടിവെക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറെ ക്യാരക്ടേഴ്സ് ആണ് ഹാർഡിയുടെ ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് എന്ന് പറയുന്ന നോവലിലുള്ളത്. ഇവിടെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുവർ ഇന്നസെന്റ് വില്ലേജസ് ആണ് കൂടുതലും. catches to one by outsmarting Bollywood. Bollywood ഭയങ്കര outsmarted person ആണ്. അതുപോലെയല്ല ബാക്കിയുള്ള വില്ലേജേഴ്സ്. After the wedding, he celebrates by getting drunk along with the wonderstruck workers in Bathsheba's farms. Troy's behavior leads to a tragic result. ശരിക്കും Troy is not in love with Bathsheba. He loves some other lady. പക്ഷെ മാരി ചെയ്യുന്നത് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മാരി ചെയ്യാണ്. അങ്ങനെ അയാളുടെ എൻഡും ബോൾഡ്വുഡിന്റെ കൈകൊണ്ട് സംഭവിക്കും. അതത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ടേം ഡിറ്റർമിനിസം, മെലോറിസം ആൻഡ് ഹെലനിക് പേജനിസം. അത് 3 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചാപ്റ്റർ നമ്പർ 8, പേജ് നമ്പർ 75, ക്വസ്റ്റ്യൻ നമ്പർ 1. പേജ് നമ്പർ 75 എടുക്കണം. അപ്പൊ അതില് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഇസ് ഡിറ്റർമിനിസം, മെലോറിസം ആൻഡ് ഹെലനിക് പേജനിസം. It means the course of each human life is predetermined. Determinism. Forces which predetermined in this way could be God or a super being. Fate ആണ് ഇത് പ്ലേ ചെയ്യുന്നത്. ഡിറ്റർമിനിസത്തില് ഫേറ്റ്, വിധി. God or a supreme being, fate or destiny, impersonal forces, പുറമെ നിന്നുള്ള ഫോഴ്സസ്, ഹിസ്റ്ററി, ഇൻഡിവിജ്വൽ ജീൻസ്, ഇതെല്ലാമാണ് പ്ലേ ചെയ്യുന്നത് ഡിറ്റർമിനിസത്തില്. തോമസ് ഹാർഡി ആണ് എന്ന് പറയുന്ന നോവലാണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ട നോവലില്ലേ ഫാർ ഫ്രം ദ മാഡ്നിങ് ക്രൗഡ്, അതില് ഫാനി എന്ന് പറയുന്ന ക്യാരക്ടറിന് ബോൾഡ്വുഡിനെ ട്രോയിനെ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഷീ accidentally went to another church and Troy was waiting for her. അതാണ് ഡിറ്റർമിനിസം. അപ്പോൾ ഡിറ്റർമിനിസം എന്ന് പറഞ്ഞാല് ദൈവഭയം, പിന്നെ സുപ്രീം വിധി അല്ലെങ്കിൽ റിലീജിയസ് ബിലീഫ്, ഡെസ്റ്റിനി, ഇതെല്ലാമാണ് ഡിറ്റർമിനിസം. പിന്നെ മെല്യോറിസം എന്ന് പറഞ്ഞാല് the world tends to improve and that human can aid its betterment. ഭൂമി ഇംപ്രൂവ് ആകും, അതിന്റെ ഒപ്പം തന്നെ മനുഷ്യന്റെ ഓരോ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ബെറ്റർ ആകും. ഹാർഡി ഈ ഒരു ഐഡിയയിലാണ് ഹാർഡി ബിലീവ് ചെയ്തിരുന്നത്. തോമസ് ഹാർഡി. ഹ്യൂമൻ ബീങ്സ് നീഡ് ടു കൺഫ്രണ്ട് ദിസ് ട്രൂത്ത്. അപ്പൊ നമ്മള് സത്യത്തെ മുൻകണ്ടുകൊണ്ട് വേണം ജീവിക്കാനായിട്ട്. ദ ഡിവൈൻ ഹെൽപ്പ് ഇസ് സിംപ്ലി നോട്ട് അഡിക്വേറ്റ്. ഗോഡിന്റെ മാത്രം ഇന്റർഫിയറൻസ് അല്ല, ഹ്യൂമാനിറ്റി ആണ് വേണ്ടത് എന്നാണ്.
The essential fact is that only through binding human hearts and universal brotherhood ailing, humanity can be healed. ദൈവത്തിന്റെ മാത്രം പ്രസൻസ് പോരാ, നല്ല ഹൃദയവും നല്ല ബ്രദർഹുഡും ഹ്യൂമാനിറ്റിയും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള വിശ്വാസമാണ്. ഹ്യൂമൻ ഹാർട്ട് അലോൺ, ഇറ്റ് ഇസ് ദ ഹ്യൂമൻ ഹാർട്ട് അലോൺ ദാറ്റ് ഇസ് എ റിസോഴ്സ്ഫുൾ ലെഫ്റ്റ് വിത്ത് ഹ്യൂമൻസ്. അപ്പൊ അതുകൊണ്ടാണ് ഈ നാടകത്തില്, ഐ മീൻസ് നോവലില്, അവസാനം ഗബ്രിയലോക്ക് മാരേജ് ചെയ്യാൻ പറ്റുന്നത് ആരെ? ബത്ശബേന. അപ്പൊ മെലോറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹ്യൂമനിസം ആണ്. ഇൻഡിവിജ്വലി സ്പിരിച്വാലിറ്റിനേലും കൂടുതൽ. ആദ്യത്തത് ഫെയ്റ്റ്. ഹെലനിക് പേജിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഐഡിയ പ്രൊമോട്ട് ചെയ്യാണ്. The classical tradition of Greek and Roman literature, his fiction and poetry, ആരുടെ? ഹാഡിയുടെ fiction and Hardy's view of life was deeply rooted in his Hellenic and paganic sympathism. The pagan world had more charm for Hardy than Christianity. Pagan world എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വെസെക്സിലുള്ള ലൈഫ് ഇമ്പോർട്ടൻസ് ആയിരുന്നു. ഹലോ, ഇടയ്ക്ക് റേഞ്ച് പോകുന്നുണ്ട് കേട്ടോ. കേക്കാം മിസ് പറഞ്ഞു. അപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു. ഡിറ്റർമിനിസം ഫെയ്റ്റിനെ കുറിച്ചാണ്. മെലോറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി ഇമ്പോർട്ടൻറ്റ് മോർ ദാൻ ഹ്യൂമാനിറ്റി. പേഗനിസം എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ പ്രൊമോട്ട് ചെയ്യുക. ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് ആ ടേം ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി explain how, എട്ടാമത്തത്, explain how Shaw's play discuss some of the important social issues of Britain in the late 19th and the 20th century. ഷോന്റെ പ്ലേ എങ്ങനെയാണ് 19ാം 20ാം നൂറ്റാണ്ടിലെ സാമൂഹികമായ കാഴ്ചപ്പാടുകളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചാപ്റ്റർ നമ്പർ 9, പേജ് 85, question 6. Explain how Shaw plays. Discuss some of the important. ഇബ്സനെ പോലെ ഇബ്സൺ ഒരു
നോവലിസ്റ്റ് ആണ്. ഷോ മേഡ് ഡിസ്കഷൻ ദ ബേസിക് ഓഫ് ഹിസ്. ഡിസ്കഷൻസ് ആണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. 1 സെക്കൻഡ്. എന്നെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, എന്റെ വോയിസ് കേട്ടാ പോരെ. Shaw made discussion the basic of his play, where the dramatic conflict became the conflict of thought and belief. Shaw wrote long preface before every play explaining in detail the ideas in the play. അപ്പോൾ ഷോ ഇബ്സനെ പോലെ തന്നെ ഷോ എഴുതിയേക്കുന്നത് ഡ്രമാറ്റിക് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളാണ്. അതുകൂടാതെ തന്നെ വലിയ പ്രിഫേസ്, അത് എന്തെങ്കിലും ഒന്ന് എഴുതുന്നതിന് മുൻപേ എഴുതുന്ന പ്രിഫേസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ഐഡിയാസും എല്ലാ പൊളിറ്റിക്കൽ വ്യൂസും സോഷ്യൽ വിഷനും ഒക്കെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നു. ഇനി 5 പ്ലേസിനെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഷോയിന്റെ 5 പ്ലേസ് ആണ്: വിഡോവേഴ്സ് ഹൗസ്, മിസ്സസ് വാരൻസ് പ്രൊഫഷൻ, ജോൺ ബുൾസ് അതർ ഐലൻഡ്, മേജർ ബാർബറ ആൻഡ് പിഗ്മാലിയൻ. ഇതെല്ലാം 5 പ്ലേ ആണ്. ദേ ആർ ഡയറക്ട്ലി വിത്ത് ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് ക്ലാസ് ക്വസ്റ്റ്യൻ. അപ്പൊ സാമൂഹികവും സാഹിത്യവും ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഡോവേഴ്സ് ഹൗസിൽ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി എന്താണെന്നാണ് ചോദിക്കുന്നത്. പിന്നെ സോഷ്യലിസ്റ്റിക് ഡ്രമാറ്റിക്, കാലഘട്ടത്തിന് അനുസരിച്ച് സോഷ്യൽ ആയിട്ടുള്ള കുറെ റെലവെന്റ് കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഷോയിന്റെ ഫസ്റ്റ് പ്ലേ ആണ് വിഡോവേഴ്സ് ഹൗസ്. It is based on the fact that the wealthy and respectable character is actually a slum landlord. അതിൽ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടർ ആക്ച്വലി ഒരു സ്ലം ലാൻഡ് ലോർഡ് ആണ്. പിന്നെ ജോൺ ബുൾസ് അതർ ഐലൻഡ് ഫോക്കസ് ഓൺ ദ ഇഷ്യൂ ഓഫ് വേറൊരു കഥയാണ്. അതിന്റെ ഫോക്കസ് ചെയ്യുന്നത് കോളനൈസേഷനും ലാൻഡ് ഓണർഷിപ്പും അയർലൻഡിലുള്ള. വേറൊരെണ്ണം മാൻ ആൻഡ് സൂപ്പർമാൻ. അതില് he writes the novel as a play and pretext for propaganda of our own view of life. നമ്മളുടെ ലൈഫിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണെന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ പിഗ്മാലിയനില് ഒരു ഫ്ലവർ ഗേൾ ഉണ്ട്, എലിസ ഡൂലിറ്റിൽ എന്ന് പറയുന്നത്. ആ ഫ്ലവർ ഗേളിനെ പ്രൊഫസർ ഹിങ്കിൻസ്, ഫോണറ്റിക് പ്രൊഫസറാണ്, അവളെ താഴ്ന്ന നിലയിൽ നിന്ന് അവളെ പലതും പഠിപ്പിച്ച് അവളെ ഒരു പ്രസന്റബിൾ അപ്പർ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ഒരു പ്ലേ ഹാസ് എൻ എലമെന്റ് ഓഫ് സോഷ്യൽ ക്രിറ്റിസിസം. ഈ പ്ലേയിൽ അപ്പോൾ സോഷ്യൽ ക്രിറ്റിസിസം ആണ് കാണിക്കുന്നത്. അടുത്തത് മേജർ ബാർബറ. മേജർ ബാർബറ വാസ് പബ്ലിഷ്ഡ് ഇൻ 1907. അതില് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണോ അല്ലെങ്കിൽ അതാണോ എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സ്പിരിച്വാലിറ്റി ആൻഡ് വേൾഡ്ലി പവർ. സ്പിരിച്വലും ലോകമായിട്ടുള്ള സത്യങ്ങളും തമ്മിലുള്ള ഈ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അതിൽ മെയിൻ ക്യാരക്ടർ ബാർബറ is in a Salvian army and her wealthy father, the arms manufacturer Andrew Undershaft, and her lover, the scholar, cousins. In this play, Shaw aims to expose hidden connections and complexities of the society. എപ്പോഴും ഇതില് കാണിക്കുന്നത് സാമൂഹികപരമായിട്ടുള്ള സാഹിത്യപരമായിട്ടുള്ള കുറെ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടാണ് ഷോയിന്റെ കഥകളും മീൻസ് ഷോയിന്റെ നോവൽസ് എല്ലാം. അതാണ് സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാലും നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഇനി ജസ്റ്റിഫൈ ക്വസ്റ്റ്യൻ നമ്പർ 9, ജസ്റ്റിഫൈ ദ ടൈറ്റിൽ ഓഫ് ആംസ് ആൻഡ് ദ മാൻ. അപ്പൊ ചെറിയ ഈ നോട്ട്സുകളാണ് ഇനി അതെല്ലാം ഉള്ളത്. ആംസ് ആൻഡ് ദ മാൻ എന്ന് പറയുന്നതിന്റെ ടൈറ്റിൽ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയേക്കുന്നത്, ആംസ് ആൻഡ് ദ മാൻ എന്ന് പറയുന്നത്? ചാപ്റ്റർ 12 ആണ്.
Page number 113, question number 1. Page number, chapter 12, page number 113. Justify the title of Arms and the Men. Arms and the Men justify ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ടൈറ്റിൽ ഐറണിയാണ്. ഐറണി എന്ന് പറഞ്ഞാൽ ആക്ഷേപഹാസ്യാണ്. വാർ ആണ് മെയിൻ തീം. ഷോന് സ്ട്രോങ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടായിരുന്നു വാറിനെ കുറിച്ചും മിലിറ്ററി ലീഡർഷിപ്പിനെ കുറിച്ചും. അപ്പോൾ ചോദ്യം ചോദിക്കുന്നത് ബ്രേവറിനെ കുറിച്ച്, കവേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേവ് ഓടുകയാണ് വാറിൽ നിന്നുള്ള പേടി കൊണ്ട്. പേടിത്തൊണ്ടന്മാരായിട്ടുള്ള കുറെ ആൾക്കാര്, മിലിറ്ററി ജീനിയസ്, റൊമാൻറ്റിക് ഗ്ലോറി, ഡെത്ത് ആൻഡ് ദ ബാറ്റിൽ ഫീൽഡ്. ശരിക്കും എല്ലാവരും വാർ എന്ന് പറയുമ്പോൾ വാർ ജയിച്ചു വരുമ്പോൾ വലിയ ആളായിട്ട് നമ്മളെ കൺസിഡർ ചെയ്യും വാർ ജയിച്ചു വരുമ്പോൾ. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോരുത്തർ വാറിൽ അറ്റൻഡ് ചെയ്യുന്നതും വാർ നടത്തുന്നതും. അപ്പൊ അങ്ങനെയുള്ള ഒരു ആംസ്, അതുകൊണ്ടാണ് ആംസ് ആൻഡ് മാൻ എന്ന് പറയുന്ന ഒരു സ്റ്റോറിയില് ബുൾഷ്നി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ട്. അയാൾക്ക് എന്തോ അയാൾ കൊടുത്ത ഓർഡർ തെറ്റിപ്പോയത് കൊണ്ട് അയാളുടെ ബാറ്റിൽ വിൻ ചെയ്യുന്ന എതിർ പാർട്ടി ബാറ്റിൽ വിൻ ചെയ്യാണ്. അയാൾ ഓടി രക്ഷപ്പെട്ട് റെയ്നയുടെ വിൻഡോന്റെ അവിടെ ഹൈഡ് ചെയ്യാണ്. അപ്പോ ഒരു സോൾജർ എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മുടെ കാഴ്ചപ്പാട് മാറ്റി കാണിക്കുകയാണ് ഷോ ഇവിടെ. ഗാലന്റും ഹീറോയിക്കുമായിട്ടുള്ള സർജസ് അല്ല നമ്മൾ കാണുന്നത്. അങ്ങനെ ബുൾഷ്നി സർജസും പിന്നെ റെയ്ന എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്, ഒരു ലേഡി ഉണ്ട് അവിടെ, സെർബ്സ്. ഷീസ് ഗോയിങ് ടു മാരി ദ ബുൾഷ്നീസ്. ബുൾഷ്നിയാണ് ശരിക്കും പറയുന്നത്. ബുൾഷ്നി റിവീൽസ് ദാറ്റ് ഇഫ് ദ സെർബ്സ് ഹാവ് received the right cartridges, the result of the war would be different. റൈറ്റ് കാർട്രിഡ്ജസ് കൊടുക്കാൻ പറ്റിയില്ല വാറിന്റെ സമയത്ത്, അതുകൊണ്ട് എതിർഭാഗം ജയിക്കുകയാണ്. അപ്പൊ ഹീറോയിസത്തിനെ കുറിച്ചൊന്നുമല്ല പറയുന്നത്, എപ്പോഴും വാറിൻ്റെതായ ഫ്യൂട്ടിലിറ്റിയും ബുദ്ധിമുട്ടുകളെ കുറിച്ചുമാണ് ഇതിൽ നമുക്ക് ഷോ നമുക്ക് തരുന്നത്. അതുകൊണ്ട് ആ ടൈറ്റിൽ എന്തായാലും അപ്രോപ്രിയേറ്റ് ആണെന്നാണ് പറയേണ്ടത് നമുക്ക്, കേട്ടോ. അടുത്തത്, write a short note on the following Victorian utilitarianism. Chapter number 13. Chapter number 13. Page number 122, question number 1. 122. Write a short note on the Victorian conflict and the Victorian compromise. രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് വിക്ടോറിയൻ കോൺഫ്ലിക്റ്റ്.
Victorian conflict refers to the conflict between the old and new ideas in respect of science and religion, faith and doubt, morality and right of woman. കോൺഫ്ലിക്റ്റില് പുതിയതും പഴയതുമായിട്ടുള്ള ഐഡിയാസ്, റിലിജൻ, സയൻസും റിലിജനും തമ്മിലുള്ളത്, ഫെയ്ത്തും ഡൗട്ടും, മൊറാലിറ്റി ആൻഡ് മോറൽ ആയിട്ടുള്ള കാര്യങ്ങളും, റൈറ്റ് ഓഫ് ദ വുമൺ, ഇതെല്ലാമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. The prose writing of the period reflects the Victorian conflict ensuing between economic progress. അപ്പോൾ ഇതാണ് മെയിൻ കോൺഫ്ലിക്റ്റ് അവിടെ. ഇവിടെ വിക്ടോറിയൻ കോംപ്രമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്ട്സ്, ഓപ്റ്റിമിസം ആൻഡ് പെസിമിസം ഓഫ് ദ പീരീഡ്. ആ കാലത്ത് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും കുറിച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് പോസിറ്റീവും നെഗറ്റീവും. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഷോർട്ട് നോട്ടായിട്ട് എഴുതേണ്ടത്. അത് കുറച്ചും കൂടി വിപുലീകരിച്ച് എഴുതണം എന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് കോൺഫ്ലിക്ട്സിനെ കുറിച്ചും ഒന്ന് കോമ്പിനേഷനെ കുറിച്ചുമാണ്. അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഇപ്പൊ വിക്ടോറിയൻ യൂട്ടിലിസ്റ്റ് കുറിച്ച് കഴിഞ്ഞില്ലേ. ഇനി റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ്. ആർതൂറിയൻ ലെജൻഡ് ഉണ്ട്. ആർതൂറിയൻ ലെജൻഡ് പേജ് ചാപ്റ്റർ 14 പേജ് നമ്പർ 131. So here, write short note on Arthurian legend. അത് ക്ലീൻ ആയിട്ട് കൊടുത്തിട്ടില്ല, എന്നാലും നമ്മൾ ചാപ്റ്റർ 3 ക്വസ്റ്റ്യൻ നമ്പർ 3 അല്ലേ കൊടുത്തേക്കുന്നത്. ഓക്കെ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദ ആർതൂറിയൻ ലെജൻഡ്? The major theme of the legend of King Arthur are deception, trust, betrayal and love. തീം എന്ന് പറഞ്ഞാൽ കിങ് ആർതറിന്റെ ട്രസ്റ്റ് ഇല്ല, ബിട്രയലും ലവും ഡിസെപ്ഷൻ, തെറ്റായ രീതിയിലൂടെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കിങ് ആണ് ആർതർ. ഇതില് മെയിൻ ആയിട്ട് ഹോളി ഗ്രെയിലിനെ കുറിച്ച്, ഹോളി ഗ്രെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീസസിന്റെ അവസാനത്തെ അത്താഴത്തെ സമയത്ത് കഴിക്കുന്ന ആ കപ്പിനെ കുറിച്ചും പിന്നെ ആ വൈനിനെ കുറിച്ചൊക്കെയാണ് കൂടുതലും പരാമർശിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാൾക്കാരെ കുറിച്ച് ഗ്വിനോവും ലാൻസ്ലോട്ടിനെ കുറിച്ചും പറയുന്നുണ്ട്. അവര് രണ്ടുപേരെയുമാണ് കിങ് കൂടുതൽ ട്രസ്റ്റ് ചെയ്തത്, പക്ഷെ അവരാണ് ഏറ്റവും കൂടുതൽ കിങ്ങിനെ ബിട്രേ ചെയ്തത്. അപ്പോൾ റൗണ്ട് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആർതൂറിയൻ റൗണ്ട് ടേബിൾ എന്ന് പറഞ്ഞാൽ ജീസസിന്റെ അന്ത്യ അത്താഴ സമയത്തുള്ള റൗണ്ട് ടേബിളിനെ കുറിച്ചാണ് കൂടുതലും പരാമർശിക്കുന്നത്. അതിൽ ഒരു ടേബിൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടി? ജൂഡാസ് ബിട്രേ ചെയ്തതല്ലേ ജീസസിനെ, അങ്ങനെ ഒരു ടേബിൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ബാക്കി 12 ടേബിളും സിഗ്നിഫൈ ചെയ്യുന്നത് നൈറ്റ്സ്. നൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ പടയാളികളെ സിഗ്നിഫൈ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു റൗണ്ട് ടേബിൾ അന്നത്തെ കാലത്ത് സൃഷ്ടിച്ചിരുന്നു. അതിനെ കുറിച്ചാണ് നമ്മൾ ഷോർട്ട് നോട്ട് എഴുതേണ്ടത്, ആർതൂറിയൻ റൗണ്ട് ടേബിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് മോഡേൺ എലമെന്റ്സ് ഇൻ മോണ്ടെ ഡി ആർതർ. മോഡേൺ എലമെന്റ് ഇൻ മോണ്ടെ ഡി ആർതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ 15 ആണ്, പേജ് നമ്പർ 141, ക്വസ്റ്റ്യൻ നമ്പർ 5.
എന്താണ് മോണ്ടെ ഡി ആദർ എന്ന് പറയുന്ന മോഡേൺ ആയിട്ടുള്ള എലമെന്റുകൾ നമുക്ക് കണ്ടുപിടിക്കാവുന്നത്. ഞാൻ പേജ് നമ്പർ എടുക്കട്ടെ കേട്ടോ. ടെനിസൺ ആണ് എഴുതിയേക്കുന്നത്. Modern element in Tennyson's Monte de Arthur is seen in the mental conflict that goes on within the mind of Sir Bedivere, a ഉയർച്ചയെ കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും രണ്ടിന്റെയും നടുക്കുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് കാണിക്കുന്നത്. The modern element in the poem is also seen in the symbolic and allegorical signification and he has imparted to the story. Modern element കാണിക്കുന്നത് സിംബോളിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളും ഉണ്ട്. ആലിഗറി എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. As one critical point, King Arthur represents the sun at war with the senses. He stands for godlike man and a kind of dream, a hope of which man could. അപ്പൊ ഒരു ഘട്ടത്തില് കിങ് ആദർ ഗോഡ് ലൈക്ക് മാനിനെ പോലെ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അവരുടെ സൺസിനെ. അതാണ് മോഡേൺ. ഈ രണ്ട് കാര്യങ്ങളാണ് മോഡേൺ എലമെന്റ്സ് ടെനിസന്റെ മോണ്ടെ ഡി ആദറിൽ കാണാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് ആവിലിയൻ. ആവിലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്, അത് ചാപ്റ്റർ 16 ആണ്. പേജ് നമ്പർ 150, ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. What reference is given on Avilion? Avilion, the mystic place of healing and eternal life. Mystic എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാനുഷികമായിട്ടുള്ള കാര്യമല്ല. മിസ്റ്റിക് നമുക്ക് അറിയില്ല, അത് അങ്ങനത്തെ. India is also a place which is known for its mystery, അല്ലെ? മിസ്റ്റിക് പ്ലേസ് ആണ് ഇന്ത്യനെ കുറിച്ച് പറയുന്നത്. Avilion, the mystic place of healing and eternal life, gleams through shroud of doubt at poem's end. അങ്ങനത്തെ ഒരു ലോകമാണ്, പക്ഷെ അതിന് ഒരു ഡൗട്ട് ഉണ്ടാകുന്നു. ഷ്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചുറ്റപ്പെടുക, പോയമിന്റെ താഴെ ഏറ്റവും ലാസ്റ്റ് ആകുമ്പോ. It's described in a paradisal term. A fair and fertile summer land, this Avilion looks to Arthur, but his doubts about Merlin's prophecy persist. ഫെയർ ആൻഡ് ഫെർട്ടൈൽ ആയിട്ടുള്ള സമ്മർ ലാൻഡ് ആയിട്ടാണ് ആവിലിയൻ ആദറിന് തോന്നുന്നത്. പക്ഷെ മേർലിൻസ് പ്രൊഫസി കേൾക്കുമ്പോൾ ഡൗട്ട് ഉണ്ടാവുന്നു. The paradise seems strangely at odds with the sorrowful queens and myriads of black cloaked figures in the barge. പാരഡൈസ് ആയിട്ട് കാണുന്ന ഒരു ലോകമാണ്, പക്ഷെ എല്ലാം ബ്ലാക്കും എല്ലാം ഒരു മങ്ങിയതും ക്ലോക്ക്ഡ് ആയിട്ടുള്ള ഫിഗേഴ്സ് ആണ്. Avilion forms the keystone of Arthur's prophesied ability to elude death. Arthur will survive if he journeys to the Avilion to heal him. Arthur survive ചെയ്യും, പക്ഷേ he has to complete that journey. ആ ജേർണി ഫുൾ ഓഫ് ഗ്രീഫും ഫുൾ ഓഫ് വൂണ്ടും ആണ്. പക്ഷെ അവനവന്റെ ഡൗട്ടാണ് ആ ഒരു ജേർണി മുന്നോട്ട് പോകാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്നൊരു ഡൗട്ടാണ് കിങ് ആദറിന് ഉള്ളത്. അതാണ് റെഫറൻസ് കൊടുത്തിരിക്കുന്നത് ആവിലിയനിൽ. അപ്പോൾ നമുക്ക് ആ പോർഷൻ മൊത്തം നമ്മൾ കഴിഞ്ഞു കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ സാമ്പിൾ 2 കഴിഞ്ഞു. വല്ലതൊക്കെ മനസ്സിലായോ? മനസ്സിലായി മിസ്, മനസ്സിലാവണം. അപ്പോ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മോണ്ടെ ഡി ആദറും റൗണ്ട് ടേബിൾ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അറിഞ്ഞിരുന്ന അവനവന്റെ വേർഡ്സിലും കുറച്ച് 2-3 കൊട്ടേഷൻസും ഒക്കെ എഴുതി കഴിഞ്ഞാല് കാര്യം എളുപ്പമായി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലുകളിൽ ഈ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ BEGC 133 എന്നും പറഞ്ഞ് അടിച്ചിട്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ആൾക്കാര് അതിന്റെ ഫുൾ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ.
അതും കൂടി കാണുക. അപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിരുന്നു. അന്ന് ഒരു ആൺകുട്ടിയായിരുന്നു കയറിയത്. അതെ. അതെ. അപ്പൊ ഇന്ന് കയറിയിരിക്കുന്നത് ശ്വേതയാണ്. ഇനി അടുത്ത ദിവസം നമുക്ക് എടുക്കാനുള്ള ബുക്ക്, നാളെ എടുക്കാനുള്ള ബുക്ക് ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ ആണ്. ഇതാണ്. അത് എന്താ പറയാ, അതെനിക്ക് തോന്നുന്നു 1 hourനുള്ളിൽ എടുത്ത് തീർക്കാൻ പറ്റുമായിരിക്കും. കാരണം 2 പേപ്പർ. ഇത് കൂടുതൽ ഈ ഗ്രാമറും ഇങ്ങനെ ലെക്സിക്കൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അത് ഈ നമ്മൾ ഈ 1 word ഒക്കെ എഴുതുമല്ലോ, അതാണ്. അപ്പൊ നാളെ അത് ഈ പറഞ്ഞ പോലെ മാഡം 6 to 7 ആണ് ഇട്ടിരിക്കുന്നത്. 6 to 7 എടുക്കാം. അത് ഈസിയാണ്. ഈ മാക്ബത്ത് നല്ല ഡിഫിക്കൾട്ട് ആയിരുന്നു. ആദ്യത്തെ ബുക്ക് ഡിഫിക്കൾട്ട് ആയിരുന്നു. ഡിഫിക്കൾട്ട് ഇൻ ദ സെൻസ് ദാറ്റ് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, പ്രത്യേകിച്ച് ഗൈഡ് ആണെങ്കിലും ടെക്സ്റ്റ് ആണെങ്കിലും. പക്ഷെ ഇതങ്ങനെയല്ല. ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ നമുക്ക് എഴുതി മാർക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോ നാളെ കാണാം. ശരി മിസ്. താങ്ക് യു. ഓക്കെ ബൈ.